അയ്യപ്പ ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് ഇരിക്കുകയാണ് ബിന്ദുമണി. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയിരിക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബിന്ദുമണി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ തന്നെയും പങ്കെടുക്കാൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട് കത്തിൽ. അതുമാത്രമല്ല, അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന തനിക്കും മറ്റ് സ്ത്രീകൾക്കും കേരള സർക്കാർ സുരക്ഷയും ആവശ്യമായ ക്രമീകരണവും ചെയ്തു നൽകണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബിന്ദുമണി ആവശ്യപ്പെടുന്നു. ശബരിമലയിൽ യുവതികൾക്ക് ദർശനം നിഷേധിക്കപ്പെട്ടിരുന്നത് അനാചാരത്തിന്റെ പേരിലാണെന്നും ബിന്ദുമണി വിശദീകരിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണ് ഒപ്പം ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് ബിന്ദുമണിയുടെ ആവശ്യങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തുറന്ന കത്ത് എന്ന രീതിയിലാണ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി ബിന്ദുമണി ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 20-ാം തീയതി സർക്കാർ നടത്തുന്ന പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ബിന്ദുമണി ചൂണ്ടിക്കാട്ടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഈ സംഗമത്തിൽ താൻ പങ്കെടുക്കുമെന്ന് ബിന്ദുമണി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. അത് കൃത്യമായി വലിയ വിവാദമായിരുന്നു. സർക്കാരിനെ വലിയ പ്രതിരോധത്തിലായിരുന്നു. സർക്കാരിനോട് പലതവണ മന്ത്രിമാരടക്കമുള്ള ആളുകളോട് പലതവണ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. ബിന്ദുമണിയെ ക്ഷണിച്ചിട്ടുണ്ടോ, അവർ പങ്കെടുക്കുമോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അന്നൊന്നും തന്നെ ഇവർ തയ്യാറായിരുന്നില്ല. ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. തുറന്ന കത്താണ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാന ആവശ്യം 20-ാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ചേർത്ത് വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അവർ ഈ കത്തിൽ പറയുന്നു. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമല ദർശനത്തിന് തനിക്കും അതോടൊപ്പം തന്നെ ശബരിമലയ്ക്ക് ദർശനം ആഗ്രഹിക്കുന്ന യുവതികൾക്കും പോകാനുള്ള ഒരു അനുമതി ക്രമീകരണങ്ങൾ അത് സർക്കാർ തന്നെ ഒരുക്കി നൽകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഈ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം, നേരത്തെ ഇത്തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിൽ ഹൈന്ദവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര അനുഷ്ഠാനത്തെ തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ സർക്കാർ കാട്ടിക്കൂട്ടിയ അരുണിലേക്ക് മടങ്ങിയെത്താം.